ജെഫ്ത എന്ന ഒരു രാജാവ് ഇസ്രായേലിനുണ്ടായിരുന്നു. ഇസ്രായേലിനേക്കാൾ സൈന്യബലവും ആയുധശക്തിയുമുള്ള അമ്മോന്യർ ഒരിക്കൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ജെഫ്ത ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, അമ്മോന്യരെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു തന്നാൽ യുദ്ധം കഴിഞ്ഞ് ഞാൻ തിരികെ നാട്ടിലെത്തുമ്പോൾ ആദ്യം കാണുന്ന മനുഷ്യനാരായാലും അയാളെ ദൈവത്തിന് ദഹനബലിയായി ഞാൻ കാഴ്ചയർപ്പിക്കും. ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതായിരുന്നില്ല. എങ്കിലും ജെഫ്ത യുദ്ധത്തിൽ ജയിച്ചു തിരികെ നാട്ടിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് തപ്പുകൊട്ടിയും നൃത്തം ചെയ്തും കൊണ്ട് തന്നെ സ്വീകരിക്കാനെത്തിയ തൻ്റെ ഏക മകളെയായിരുന്നു. ഇതായിരുന്നു ജെഫ്തയുടെ തെറ്റായ പ്രാർത്ഥനയ്ക്ക് ദൈവം ജെഫ്തയ്ക്ക് നൽകിയ ശിക്ഷ. പ്രിയരെ, ഈയൊരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തെ ഒരിക്കലും കൈക്കൂലിക്കാരനായി കാണരുത് എന്ന സത്യം ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നോവാത്ത ബലികൾ അർപ്പിക്കുവാൻ നാം കൂട്ടാക്കുകയും അരുത്. ഇന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. എങ്ങനെയാണ് നാം ദൈവത്തെ കാണുന്നത്? നമുക്ക് കാര്യങ്ങൾ നടത്താൻ കൈക്കൂലി വാങ്ങുന്നവനായിട്ടാണോ, അതോ നമ്മെ സ്നേഹിക്കുന്ന ദൈവമായിട്ടാണോ? നമുക്ക് ദൈവത്തെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്നേഹപിതാവായിട്ട് കാണാമെന്നേ. അതാണ് ഉത്തമമായ പ്രാർത്ഥന. ഗോഡ് ബ്ലെസ് യു.